ന്യൂസ് ബ്രേക്സിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഞാൻ അസിത സഹീർ. തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട വാർത്തകളിലേക്കാണ് ആദ്യം പോകുന്നത്. വിധിയെഴുത്ത് അടുത്ത മാസം. തെരഞ്ഞെടുപ്പ് ചൂടിൽ കേരളം. കോൺഗ്രസിന്റെ ആദ്യഘട്ട സ്ഥാനാർത്ഥി പട്ടിക ഇന്ന് പ്രഖ്യാപിച്ചേക്കും. അവസാനഘട്ട ചർച്ചകൾക്കായി നേതാക്കൾ ഇന്ന് വീണ്ടും ഡൽഹിയിലെത്തും. കെ സുധാകരൻ നാളെ ഹൈക്കമാൻഡുമായി കൂടിക്കാഴ്ച നടത്തും. ഏറ്റുമാനൂർ, ഇടുക്കി സീറ്റുകൾ ജോസഫ് വിഭാഗത്തിൽ നിന്ന് ഏറ്റെടുക്കാനുള്ള അവസാന ശ്രമത്തിലാണ് കോൺഗ്രസ്. പാലക്കാട്, കൊടുവള്ളി, കൊണ്ടോട്ടി, കോട്ടയ്ക്കൽ, തിരൂർ മണ്ഡലങ്ങളിൽ സ്വതന്ത്ര സ്ഥാനാർത്ഥികളെ കണ്ടെത്താനുള്ള ശ്രമത്തിലാണ് CPIM. കേരള കോൺഗ്രസ് എമ്മിന്റെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം ഇന്നുണ്ടാകും. ബൽറാം നെടുങ്ങാടി ഡൽഹിയിൽ നിന്നും, വിപിൻ സി വിജയൻ കൊച്ചിയിൽ നിന്നും, അജ്മൽ ദിറാർ തിരുവനന്തപുരത്ത് നിന്നും ചേരുകയാണ് തെരഞ്ഞെടുപ്പിന്റെ കൂടുതൽ അവലോകനങ്ങളുമായി. ആദ്യം ബൽറാമിലേക്ക് പോകാം. ബൽറാം, തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ച് മിനിറ്റുകൾക്കുള്ളിൽ തന്നെ സ്ഥാനാർത്ഥി നിർണയം പൂർത്തിയാക്കാൻ, അത് പ്രഖ്യാപിക്കാൻ CPIM-നായിട്ടുണ്ട്. ഇന്നലെ അതിന്റെ ആത്മവിശ്വാസം അവരുടെ പ്രചാരണ പ്രവർത്തനങ്ങളടക്കം കാണുകയും ചെയ്തു. പക്ഷേ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം, UDF-നെ സംബന്ധിച്ചിടത്തോളം ഇപ്പോഴും ചർച്ചകൾ തുടരുന്നു എന്നുള്ളതാണ്. സീറ്റുകൾ ഏറ്റെടുക്കാനുള്ള ശ്രമം, ഘടകകക്ഷികളുമായുള്ള ചർച്ച, ഏറ്റവും ഒടുവിൽ എന്തായാലും അന്തിമ തീരുമാനം ഹൈക്കമാൻഡിൽ നിന്നും വരേണ്ട സാഹചര്യമുണ്ട്. സുധാകരനുമായി ബന്ധപ്പെട്ട ചർച്ചകൾ അവിടെ തുടരുമെന്നുള്ളത് മനസ്സിലാക്കുന്നു. എന്തൊക്കെയാണ് ഏറ്റവും ഒടുവിലായി ലഭിക്കുന്ന വിവരങ്ങൾ? വെരി ഗുഡ് മോർണിംഗ് അസിത. അസിത പറഞ്ഞ പോലെ തന്നെ ഈ കേരളത്തിൽ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചതിന് തൊട്ട് പിന്നാലെ CPIM-ഉം സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. അതിന് പിന്നാലെ 24 മണിക്കൂറിനകം തന്നെ തങ്ങളുടെ പട്ടിക പ്രഖ്യാപിക്കുമെന്ന് കോൺഗ്രസും വ്യക്തമാക്കിയിട്ടുണ്ട്. എന്നാൽ കോൺഗ്രസിന്റെ പട്ടിക അന്തിമമാക്കുന്നതിനുള്ള ചർച്ചകൾ ഇപ്പോഴും തുടരുന്നു. ഒപ്പം തന്നെ ഘടകകക്ഷികളുമായി ബന്ധപ്പെട്ട ചർച്ചകളും തുടരുകയാണ്. ഇന്ന് സുപ്രധാനമായ ചർച്ചകളാണ് കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി നിർണയവുമായി ബന്ധപ്പെട്ട ഡൽഹിയിൽ നടക്കാനിരിക്കുന്നത്. ഇന്നും നാളെയും ഈ ചർച്ചകൾ തുടരും എന്നാണ് അറിയാൻ കഴിയുന്നത്. നിലവിൽ ആദ്യഘട്ടത്തിലെ 31 സ്ഥാനാർത്ഥികളുടെ പട്ടികയ്ക്ക് അംഗീകാരം നൽകിയിരുന്നു. കൂടാതെ മറ്റ് രണ്ടാം ഘട്ട സ്ഥാനാർത്ഥി പട്ടിക, അത് 24ഓളം സ്ഥാനാർത്ഥികൾ അടങ്ങുന്ന പട്ടികയ്ക്ക് രൂപം നൽകുന്നതിന് വേണ്ടിയാണ് തുടർ ചർച്ചകൾ കഴിഞ്ഞ ദിവസം നടന്നത്. ആ ചർച്ചകളുടെ തുടർച്ചയായിരിക്കും നടക്കുക. അതിൽ ഏറ്റവും വലിയ പ്രതിസന്ധിയായി കോൺഗ്രസ് നേതൃത്വത്തിന് മുന്നിൽ നിൽക്കുന്നത് MP-മാർ മത്സരിക്കുന്ന കാര്യത്തിലാണ്. മത്സരിക്കേണ്ടതില്ല എന്ന തീരുമാനം നേതൃത്വം എടുത്തെങ്കിലും കെ സുധാകരൻ നടത്തിയ അപ്രതീക്ഷിതമായ നീക്കം അത് കോൺഗ്രസ് നേതൃത്വത്തെ യഥാർത്ഥത്തിൽ പ്രതിസന്ധിയിലാക്കിയിരിക്കുകയാണ്. അദ്ദേഹത്തെ അന്വയിപ്പിക്കാനുള്ള ശ്രമങ്ങൾ ഊർജിതമായി തുടരുമ്പോഴും തന്റെ സ്ഥാനാർത്ഥിത്വം സംബന്ധിച്ച് ഉറപ്പ് ലഭിച്ചാൽ മാത്രമേ ഡൽഹിക്ക് ഉള്ളൂ എന്നാണ് അദ്ദേഹം അറിയിച്ചിരിക്കുന്നത്, അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ നിലപാട്. എന്തായാലും നാളെ കെ സുധാകരൻ ഡൽഹിയിലേക്ക് എത്തും. ഇന്ന് അദ്ദേഹം എത്തുന്നില്ല. ഇന്നത്തെ ചർച്ചകൾ അത് പ്രതിപക്ഷ നേതാവ് VD സതീശൻ, ഒപ്പം KPCC അധ്യക്ഷൻ സണ്ണി ജോസഫ്, രമേശ് ചെന്നിത്തല എന്നിവരായാണ് ഡൽഹിയിൽ കേന്ദ്ര നേതാക്കളുമായി ചർച്ചകൾ നടത്തുക. ഒരു അന്തിമ പട്ടിക അല്ലെങ്കിൽ രണ്ടാം ഘട്ട പട്ടിക പൂർണ്ണമാകണമെങ്കിൽ അത് കെ സുധാകരന്റെ ഡൽഹി സന്ദർശനത്തിന് ശേഷം മാത്രമേ നടപ്പിലാവുകയുള്ളൂ. അല്ലെങ്കിൽ അത്തിടത്തോളം അദ്ദേഹത്തിന് ഒരു ഉറപ്പ് ഇതുമായി ബന്ധപ്പെട്ട അദ്ദേഹത്തിന്റെ സ്ഥാനാർത്ഥിത്വവുമായി ബന്ധപ്പെട്ട് നൽകേണ്ടതുണ്ട്. എന്തായാലും ആദ്യഘട്ട സ്ഥാനാർത്ഥികളുടെ പ്രഖ്യാപനം ഇന്ന് തന്നെ ഉണ്ടായേക്കുമെന്നുള്ള സൂചനയാണ്. 32 സ്ഥാനാർത്ഥികളുടെ പട്ടികയായിരിക്കും ആദ്യഘട്ടത്തിൽ കോൺഗ്രസ് പ്രഖ്യാപിക്കുക. തുടർന്ന് അടുത്ത ഘട്ട ചർച്ചകൾ പൂർത്തിയാക്കി, അല്ലെങ്കിൽ നേതാക്കൾ അനുനയിപ്പിക്കേണ്ട നേതാക്കളെ അനുനയിപ്പിച്ച് രണ്ടാം ഘട്ട സ്ഥാനാർത്ഥി പട്ടിക പൂർത്തിയാക്കാനും ആ മുറയ്ക്ക് ഘടകകക്ഷികളുമായുള്ള തർക്കങ്ങൾ ചർച്ചയിലൂടെ പരിഹരിക്കാനുമുള്ള നീക്കത്തിലാണ് കോൺഗ്രസ്. ഇന്ന് അതുമായി ബന്ധപ്പെട്ട സ്ക്രീനിംഗ് കമ്മിറ്റിയുടെ നിർണായക യോഗമാണ് ഡൽഹിയിൽ നടക്കാനിരിക്കുന്നത്. ശരി, തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ച് 24 മണിക്കൂറിനകം സ്ഥാനാർത്ഥി പ്രഖ്യാപനം എന്നുള്ളതായിരുന്നു മുൻപ് കോൺഗ്രസിന്റെ പ്രതികരണം. എന്തായാലും അത് ഇന്നെങ്കിലും ഉണ്ടാകുമോ എന്നുള്ള കാത്തിരിപ്പിലാണ്. ചില മണ്ഡലങ്ങളിൽ സ്ഥാനാർത്ഥികളെങ്കിലും ഇന്ന് പ്രഖ്യാപിക്കും എന്നുള്ളതാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. വിപിൻ സി വിജയനിലേക്ക് പോകാം. കൊച്ചിയിൽ നിന്നുമാണ് ചേരുന്നത് വിപിൻ സി വിജയൻ. വിപിൻ, ഇന്നലെ വലിയ ആവേശത്തിലായിരുന്നു LDF ക്യാമ്പുകൾ. തെരഞ്ഞെടുപ്പ് പ്രചാരണം അത് ആരംഭിച്ചിരുന്നു സജീവമായി തന്നെ. മറ്റ് മുന്നണികളുടെ കാര്യത്തിൽ എങ്ങനെയൊക്കെയാണ്? കേരള കോൺഗ്രസ് എമ്മിന്റെ പ്രഖ്യാപനം ഇന്നുണ്ടാകുമെന്ന് അറിയുന്നു. കോൺഗ്രസുമായി ബന്ധപ്പെട്ട ചർച്ചകൾ എങ്ങനെ പുരോഗമിക്കുന്നു എന്നുള്ളതാണ് മനസ്സിലാകുന്നത്. ഇന്നലെ രാത്രി വൈകിയും ചില കൂടിക്കാഴ്ചകളൊക്കെ ഉണ്ടായിരുന്നല്ലോ.
ഗുഡ് മോർണിംഗ് അശ്വിത. ഇന്നലെ രാത്രി വളരെ വൈകിയും കൂടിക്കാഴ്ചകളൊക്കെ നടക്കുന്നുണ്ടായിരുന്നു. ഇത് കോൺഗ്രസിനെ സംബന്ധിച്ച് UDF സംബന്ധിച്ച സീറ്റ് വിഭജന ചർച്ചകൾ തന്നെയാണ് അവസാന വട്ടവും ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അതിൽ കേരള കോൺഗ്രസിൽ PJ ജോസഫുമായിട്ട് ഒരു അനുനയത്തിലേക്ക് എത്താൻ സാധിച്ചിട്ടില്ല എന്നുള്ളതാണ് ഇന്നലത്തെ ഈ മീറ്റിംഗിന് ശേഷവും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഏറ്റുമാനൂരും ഇടുക്കി സീറ്റുകൾ തമ്മിലുള്ള അത് ഏറ്റെടുക്കാൻ കോൺഗ്രസ് മുതിരുന്നു. അതിൽ ഒരു തരത്തിലുള്ളൊരു സമവായത്തിനും ഇപ്പോൾ തയ്യാറാകുന്നില്ല എന്നുള്ളതാണ് നമുക്ക് ഈ PJ ജോസഫ് വിഭാഗത്തിൽ നിന്ന് ലഭിക്കുന്ന വിവരമുള്ളത്. ഇടുക്കി സീറ്റ് ഒരു ധാരണയുടെ പുറത്ത് വിട്ടുകൊടുക്കാൻ തയ്യാറായാൽ പോലും ഏറ്റുമാനൂരിലാണ് തർക്കം നിലനിൽക്കുന്നത്. 10 സീറ്റുകൾ വേണം എന്നുള്ള ആവശ്യം കേരള കോൺഗ്രസ് നേരത്തെ തന്നെ പറഞ്ഞതാണ്. പക്ഷേ അതിന്റെ ഒരു അനുനയ ശ്രമങ്ങൾ ഈ അവസാന വട്ടവും നടക്കുന്നു എന്നുള്ളതാണ്. ഇന്നലെ ആലുവ പാലസിൽ വെച്ചായിരുന്നു പ്രതിപക്ഷ നേതാവ് VD സതീശനും PJ ജോസഫും കൂടിക്കാഴ്ച നടത്തിയത്. അതിൽ എല്ലാ സീറ്റ് വിഭജനവും പൂർത്തിയായിരിക്കുന്നു, ഇന്ന് പ്രഖ്യാപനം ഉണ്ടാകുമെന്നുള്ളത് VD സതീശൻ പറയുമ്പോൾ ധാരണയിൽ എത്തിയിട്ടില്ല, ഇനിയും ചർച്ചകൾ വേണ്ടിവരും എന്നുള്ളത് കേരള കോൺഗ്രസിന്റെ നേതാക്കളും പറയുന്നു എന്നുള്ളതാണ് ഒരു കാഴ്ചയുള്ളത്. മധ്യ കേരളത്തെ സംബന്ധിച്ച് UDF ഏറ്റവും കൂടുതൽ സീറ്റുകൾ പ്രതീക്ഷിക്കുന്നത് ഇവിടെയാണ്. പ്രത്യേകിച്ച് കൊച്ചിയിൽ 9 സീറ്റുകൾ, 14ൽ 9 സീറ്റുകളും ഇപ്പോൾ UDF കയ്യിലാണ്. അത് എണ്ണം കൂട്ടുക എന്നുള്ളത് അവർ പ്രതീക്ഷിക്കുന്നു. ഒപ്പം തന്നെ കൂടുതലായിട്ടുള്ള സീറ്റുകൾ പിടിച്ചെടുക്കുക എന്നുള്ളതാണ് LDF ലക്ഷ്യമിടുന്നത്. അതിന്റെ ഭാഗമായിട്ട് തന്നെയാണ് ആദ്യം സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കുകയും റോഡ് ഷോ നടക്കുകയും ചെയ്തിരിക്കുന്നത്. ഇപ്രാവശ്യം ജനതാദളിൽ നിന്ന് അങ്കമാലി സീറ്റ് CPM ഏറ്റെടുത്തിട്ടുണ്ട്. അവിടെ സാജു പോൾ ഇന്ന് റോഡ് ഷോ നടത്തുന്നു. ഒപ്പം തന്നെ തൃപ്പൂണിത്തറയിലേക്ക് വന്നിട്ടുള്ള KN ഉണ്ണികൃഷ്ണൻ MLA, അദ്ദേഹം വൈപ്പിൻ MLA ആയിരുന്നു, അദ്ദേഹം ഇപ്രാവശ്യം തൃപ്പൂണിത്തറയിൽ നിന്നാണ് ജനവിധി തേടുന്നത്. അദ്ദേഹവും ഇന്ന് രാവിലെ പ്രചാരണവുമായി രംഗത്തേക്ക് എത്തുന്നു. ഒപ്പം കോൺഗ്രസിനെ സംബന്ധിച്ച് സിറ്റിംഗ് MLA-മാരായിട്ടുള്ള എല്ലാവരും തന്നെ അവരുടെ പേര് പ്രഖ്യാപിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു കാലതാമസം എന്നുള്ള നിലയ്ക്കാണ് ഇപ്പോൾ മണ്ഡലത്തിൽ സജീവമായിരിക്കുന്നത്. റോജി M. ജോൺ അടക്കമുള്ളവർ ഇതിനോടകം തന്നെ ചുമരെഴുത്തടക്കം മറ്റ് പ്രചാരണ പരിപാടികളിലേക്ക് കടന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ കൊച്ചി ഏറ്റവും കൂടുതൽ ഇവർ പ്രതീക്ഷിക്കുന്നു. പക്ഷേ തൃശ്ശൂരും കോട്ടയത്തും ഇടുക്കിയിലും അവിടെ ഏറ്റവും കൂടുതൽ സീറ്റുകൾ പ്രതീക്ഷിക്കുന്നുണ്ടെങ്കിൽ പോലും ഇപ്പോഴും ഈ സീറ്റ് വിഭജന കാര്യത്തിൽ ഒരു അന്തിമ തീരുമാനത്തിൽ എത്താത്തതാണ് UDF സംബന്ധിച്ച് ഒരു പ്രതിസന്ധിയായി നിൽക്കുന്നത്. ഒപ്പം തന്നെ ആദ്യഘട്ടത്തിൽ തന്നെ സ്ഥാനാർത്ഥികളെ തീരുമാനിച്ചുകൊണ്ട് തന്നെ പ്രചാരണത്തിലെ ഒരു ആദ്യ ലാപ്പിലേക്ക് മുന്നിൽ കയറാമെന്നുള്ള പ്രതീക്ഷ LDF ക്യാമ്പിന് ആത്മവിശ്വാസം നൽകുകയും ചെയ്യുന്നുണ്ട്. 2020 ഒപ്പം കൂടിയതാണ് NDA ക്യാമ്പിനെ സംബന്ധിച്ച് ഇപ്രാവശ്യത്തെ ഒരു പുതിയ അവർ പ്രതീക്ഷിക്കുന്ന വോട്ട് ശതമാനം വർദ്ധിക്കുമെന്നുള്ളത് പ്രതീക്ഷിക്കാനുമുള്ള പ്രധാന കാരണം. ശരി, വിപിൻ C. വിജയൻ. അജ്മൽ ദിറാറുണ്ട് തിരുവനന്തപുരത്തു നിന്നും. അജ്മൽ, 24ാം ദിവസം കേരളം പോളിംഗ് ബൂത്തിലേക്കാണ്. മുന്നണികളെ സംബന്ധിച്ചിടത്തോളം കാര്യമായ തർക്കത്തിലേക്ക് കടക്കാനുള്ള സമയം പോലും ഇല്ല. ഇനി സ്ഥാനാർത്ഥി നിർണയവുമായി ബന്ധപ്പെട്ട് വേഗത്തിൽ അത് പൂർത്തിയാക്കി പ്രഖ്യാപനം നടത്തേണ്ടതുണ്ട്. അല്പം മുമ്പ് വിപിൻ പറഞ്ഞതുപോലെ ആദ്യ ലാപ്പിലെ മേൽക്കൈ LDF ഇതിനോടകം തന്നെ നേടിയിട്ടുണ്ട്. അപ്പോൾ ആ നിലയിലുള്ള പ്രചാരണം മറ്റ് ക്യാമ്പുകളിലേക്കും എത്തേണ്ടതുണ്ട്. അതിനുള്ള ചർച്ചകൾ എങ്ങനെ, ഒരുക്കങ്ങൾ എങ്ങനെ പുരോഗമിക്കുന്നു? അശ്വിത, കൃത്യമായി പറഞ്ഞാൽ ഇന്നേക്ക് 24ാമത്തെ ദിവസം കേരളം പോളിംഗ് ബൂത്തിലേക്ക് പോവുകയാണ്. ഈ പറഞ്ഞതുപോലെ മുന്നണികൾ ആരും ഈ ഒരു കാലതാമസം, വളരെ ചുരുങ്ങിയ ഒരു സമയം മാത്രം ഒരിക്കലും പ്രതീക്ഷിച്ചിരുന്നതല്ല. എന്നാൽ വളരെ വേഗം തന്നെ സ്ഥാനാർത്ഥി ഈ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനത്തിന് തൊട്ടു പിന്നാലെ തന്നെ CPM-ഉം CPI-യും വളരെ വേഗം അവരുടെ സ്ഥാനാർത്ഥി പട്ടികയുടെ അന്തിമ രൂപത്തിലേക്കും അതിൻ്റെ പ്രഖ്യാപനത്തിലേക്കും കാര്യങ്ങൾ എത്തിച്ചിട്ടുണ്ടായിരുന്നു. അത് അവരെ സംബന്ധിച്ചിടത്തോളം തെരഞ്ഞെടുപ്പ് പ്രചാരണ ഗോതയിൽ അവർക്ക് വലിയ മുന്നേറ്റം നേടാനായിട്ടുണ്ട്. പ്രത്യേകിച്ച് ഈ റോഡ് ഷോയിൽ നിന്ന് തുടങ്ങി കൺവെൻഷനിലൂടെ അവസാനം താരപ്രചാരകളിൽ എത്തിക്കുന്ന 3 ഘട്ട ഈ പ്രചാരണ രീതിയിൽ ഇപ്പോൾ ഏതായാലും ഈ റോഡ് ഷോകളിൽ തലസ്ഥാന ജില്ലയിൽ അടക്കം CPM വലിയ ഒരു മുൻകൈ നേടിയിട്ടുണ്ട്. എന്നാൽ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം കോൺഗ്രസ് 24 മണിക്കൂറിനുള്ളിൽ അവരുടെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം നടത്തുമെന്ന് അറിയിച്ചിരുന്നുവെങ്കിലും അവരുടെ അന്തിമ ചർച്ചകൾ ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ. ഇന്ന് അവസാന വട്ടം ചർച്ചകൾക്കായി നേതാക്കൾ ഡൽഹിയിലേക്ക് പോകുന്നുമുണ്ട്. BJPയെ സംബന്ധിച്ചിടത്തോളം BJPയുടെ സ്ഥാനാർത്ഥി പട്ടിക നാളെ പുറത്തു വരുമെന്നാണ് അറിയാൻ കഴിഞ്ഞത്. ഇന്ന് രാജീവ് ചന്ദ്രശേഖർ ഉച്ചയ്ക്ക് മാധ്യമങ്ങളെ കാണുന്നുണ്ട്. അപ്പോൾ അതിൽ അത് കൂടുതൽ അപ്ഡേറ്റുകൾ അതിനുശേഷം നമുക്ക് പറയാമെന്ന് തോന്നുന്നുണ്ട്. പിന്നീട് ഈ വിഷയത്തിൽ ഇപ്പോൾ കോൺഗ്രസിനുള്ളിൽ സംബന്ധിച്ചിടത്തോളം കോൺഗ്രസിൻ്റെ പാർട്ടിക്കുള്ളിൽ മാത്രമല്ല, ഇന്നലെ ഈ PJ ജോസഫ് വിഭാഗവുമായി മുന്നണിക്കുള്ളിലുമുള്ള ചർച്ചകൾ പുരോഗമിക്കുന്നേ ഉള്ളൂ. അതിലും ഒരു അന്തിമ തീരുമാനത്തിലേക്ക് ഇതുവരെ പാർട്ടി എത്തിയിട്ടില്ല, മുന്നണി എത്തിയിട്ടില്ല. തിരുവനന്തപുരം ജില്ലയിൽ പ്രത്യേകിച്ച് ഇന്നലെ ചിറയൻകീഴ് പോലുള്ള സംവരണ മണ്ഡലങ്ങളിൽ ഈ KPCC പ്രസിഡന്റ് സണ്ണി ജോസഫിൻ്റെയും അവിടെ സ്ഥാനാർത്ഥിയായി വരാൻ സാധ്യതയുള്ള രമ്യ ഹരിദാസിൻ്റെയും ഒക്കെ ചിത്രം പോലും കോൺഗ്രസ് പ്രവർത്തകർ കത്തിക്കുന്ന ഒരു സാഹചര്യമൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇപ്പോഴും പാർട്ടിക്കുള്ളിൽ ഒരു അസ്വാരസ്യം നിലനിൽക്കുന്നുണ്ട്.
പറയുന്നുണ്ട്. അപ്പോൾ ആ സ്വാരസ്യങ്ങൾ, മുന്നണിക്കുള്ളിലെ പ്രതിസന്ധികൾ, അതോടൊപ്പം തന്നെ ഈ സുധാകരൻ ഉയർത്തിവിട്ട പ്രധാനപ്പെട്ട പ്രശ്നങ്ങൾ ഇതൊക്കെ പരിഹരിച്ചാൽ മാത്രമാണ് UDF-നും കോൺഗ്രസിനും വളരെ വേഗം ഈ പ്രചാരണ പ്രവർത്തനങ്ങളിലേക്കും സ്ഥാനാർത്ഥി പ്രഖ്യാപനങ്ങളിലേക്കും കടക്കാൻ കഴിയുന്ന ഒരു സാഹചര്യമുള്ളൂ. CPIയെ സംബന്ധിച്ചിടത്തോളം CPI വളരെ സന്തുലിതമായ ഒരു സ്ഥാനാർത്ഥി പട്ടിക ഇന്നലെ വളരെ വേഗം പ്രഖ്യാപിക്കാൻ CPIക്കുമായിട്ടുണ്ട്. അതേപോലെ തന്നെ കേരള കോൺഗ്രസ് എമ്മിന് ഇന്ന് അവരുടെ സ്ഥാനാർത്ഥി പട്ടിക ഇന്ന് പുറത്തു വരുമെന്നാണ് അറിയാൻ സാധിച്ചിട്ടുള്ളത്. വിവരങ്ങൾ നൽകിയത് അജ്മൽ. ഒടുവിൽ പറഞ്ഞതുപോലെ കേരള കോൺഗ്രസ് എമ്മിന്റെ പട്ടിക ഇന്ന് പുറത്തു വരുമെന്നുള്ളതാണ് പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ കേരള കോൺഗ്രസ് എമ്മിന്റെ കൂടി പട്ടിക വരുന്നതോടുകൂടി ഏറെക്കുറെ LDF-ന്റെ ചിത്രം പൂർണ്ണമായും തെളിയും. കോൺഗ്രസിൽ അവസാനവട്ട ചർച്ചകൾ പുരോഗമിക്കുകയാണ്. NDAയും അധികം വൈകാതെ സ്ഥാനാർത്ഥികളുടെ അന്തിമ രൂപം പ്രഖ്യാപിക്കാനാകും എന്നുള്ള പ്രതീക്ഷയിലാണ്. എന്തായാലും 24 ദിവസങ്ങൾ മാത്രമാണ് ഇനി ശേഷിക്കുന്നത് കേരളം വിധിയെഴുതാൻ. മറ്റൊരു വാർത്തയിലേക്ക് പോകുകയാണ്. ദുബായ് വിമാനത്താവളത്തിന് സമീപം ഡ്രോൺ ആക്രമണം. വിമാനത്താവളത്തിലെ എണ്ണ ടാങ്കിനാണ് തീപിടിച്ചത്. ആക്രമണത്തെ തുടർന്ന് പ്രദേശത്ത് തീപിടുത്തമുണ്ടായി. സുരക്ഷ ഉറപ്പാക്കാൻ നടപടി പുരോഗമിക്കുന്നുവെന്ന് അധികൃതർ അറിയിച്ചു. ഇറാൻ ആക്രമണം അവസാനിപ്പിക്കണമെന്ന് UAEയും സൗദി അറേബ്യയും ആവശ്യപ്പെട്ടു. സൗദിക്ക് ഇറാന്റെ ആക്രമണ ശ്രമമുണ്ടായി. കിഴക്കൻ പ്രവിശ്യയ്ക്ക് നേരെ വന്ന 28 ഡ്രോണുകൾ പ്രതിരോധ സേന തകർത്തു. മുഹമ്മദ് റഹീസ് ചേരുകയാണ് ദുബായിൽ നിന്നും വിവരങ്ങൾ നൽകാൻ. ഒപ്പം ജലീൽ കണ്ണമംഗലം ജിദ്ദയിൽ നിന്നും. ആദ്യം മുഹമ്മദ് റഹീസിലേക്ക് പോവുകയാണ്. റഹീസ്, വീണ്ടും ആക്രമണം നടക്കുന്നു. അതിൽ ചില ആക്രമണ ശ്രമങ്ങൾ ചെറുത്തു എന്നുള്ളത് കൂടി അറിയിക്കുന്നുണ്ടല്ലേ GCC രാഷ്ട്രങ്ങൾ? അക്ഷിത, ഇന്ന് രാവിലെ ഏറ്റവും പ്രധാനമായിട്ടും ഉണ്ടായത് ഈ ദുബായ് വിമാനത്താവളം കേന്ദ്രീകരിച്ചുള്ള ആക്രമണമാണ്. അവിടെ ഡ്രോൺ പതിച്ചിട്ടുണ്ട് എന്നുള്ള വിവരമാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. അത്തരത്തിൽ ഡ്രോൺ ആക്രമണത്തിൽ വിമാനത്താവളത്തിനുള്ളിലെ എണ്ണ ടാങ്കറിനെ തീ പിടിച്ചു എന്നുള്ളൊരു വിവരമാണ് ഔദ്യോഗികമായിട്ട് ഇപ്പോൾ അതോറിറ്റി അറിയിക്കുന്നത്. തീ നിയന്ത്രണ വിധേയമാക്കിയിട്ടില്ല. തീ നിയന്ത്രണ വിധേയമാക്കാനുള്ള ശ്രമങ്ങൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നു. എന്നാൽ വലിയ ഒരു അപകട സാഹചര്യം നിലവിലില്ല എന്നുകൂടി പറഞ്ഞു വെക്കുകയാണ്. ആർക്കും പരിക്കേറ്റിട്ടില്ല എന്നുകൂടി ഏറ്റവും ഒടുവിലായി വിവരം പുറത്തു വരുന്നുണ്ട്. എന്തായാലും രാവിലെ ശുഭകരമായിട്ടുള്ള ഒരു വിവരമല്ല ഈ UAE സംബന്ധിച്ചിടത്തോളം ഉള്ളത്, പ്രത്യേകിച്ച് ദുബായിയെ സംബന്ധിച്ചിടത്തോളം ഉള്ളത്. കാരണം വിമാനത്താവളത്തിൽ ആക്രമണം ഉണ്ടാകുന്നത് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി അത്തരത്തിൽ വിമാനത്താവളത്തിന് ഉള്ളിലോ അല്ലെങ്കിൽ സമീപത്തോ ഒന്നും ആക്രമണം ഉണ്ടായിരുന്നില്ല. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് ഇത്തരത്തിലൊരു ആക്രമണം ഉണ്ടായിരുന്നു. ഏതാണ്ട് 2 തവണ വിമാനത്താവളത്തിൽ ഇങ്ങനെ ഡ്രോണിന്റെ അവശിഷ്ടങ്ങളൊക്കെ വീണ് ചെറിയ തീപിടുത്തമൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഇത് ഡ്രോൺ ആക്രമണമാണ്. അവശിഷ്ടങ്ങൾ വീണുണ്ടായ, ഇന്റർസെപ്റ്റ് ചെയ്തിട്ടുണ്ടായ ആക്രമണമല്ല എന്ന് തന്നെയാണ് ദുബായ് മീഡിയ ഓഫീസിന്റെ കൃത്യമായിട്ടുള്ള വിവരം പുറത്തു വരുന്നത്. മാത്രമല്ല വലിയ തോതിൽ തീ ഉയരുന്നുണ്ട്, പുകയുയരുന്നുണ്ട്, അങ്ങനെയൊക്കെ തന്നെയുമുള്ള വിവരങ്ങൾ പുറത്തു വരികയാണ്. അപ്പോൾ അത് തീ നിയന്ത്രണ വിധേയമാക്കാനുള്ള എല്ലാ സംവിധാനങ്ങളും ചെയ്തിട്ടുണ്ട്. അത്തരത്തിലാണ് നീങ്ങുന്നത് എന്ന് അതോറിറ്റി അറിയിക്കുന്നു. പക്ഷെ വിമാനത്താവളം കേന്ദ്രീകരിച്ചുള്ള ആക്രമണമാകുമ്പോൾ ഏതാണ്ട് നേരത്തെ ഉണ്ടായിരുന്ന വിമാന സർവീസുകളിൽ നിന്നും പകുതി സർവീസുകൾ മാത്രമാണ് ഇപ്പോൾ UAEയിലേക്കുള്ളത്. അതിനപ്പുറത്തേക്ക് ഇന്നലെ തന്നെ കുറെ സർവീസുകൾ വെട്ടിച്ചുരുക്കുകയും ഒക്കെ ചെയ്തിരുന്നു. അപ്പോൾ അതിന് പിന്നാലെ ഇത്തരത്തിൽ ആക്രമണം കൂടി ഉണ്ടാകുമ്പോൾ അത് തെല്ല ആശങ്ക ഉയർത്തുന്ന ഒരു വിവരം തന്നെയാണ്. എന്തായാലും രാവിലെ UAE കേന്ദ്രീകരിച്ച് കാര്യമായ ആക്രമണം ഉണ്ടാകുന്നു എന്നാണ് നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത്. ആ നിലയ്ക്ക് UAEയിൽ ആക്രമണം നടക്കുന്നു. ഒപ്പം തന്നെ ബഹ്റൈനിൽ സൈറൺ മുഴങ്ങിയിട്ടുണ്ട്. അവിടെയും ആക്രമണം നടക്കുന്നുണ്ട് എന്ന് മനസ്സിലാക്കുന്നുണ്ട്. അങ്ങനെ വീണ്ടും ഇറാൻ ഇത്തരത്തിൽ ഈ എയർപോർട്ടുകൾ കേന്ദ്രീകരിച്ചും ഒപ്പം തന്നെ തുറമുഖങ്ങൾ കേന്ദ്രീകരിച്ചുമുള്ള ആക്രമണത്തിന് തന്നെയാണ് വീണ്ടും നീങ്ങുന്നത് എന്ന് മനസ്സിലാക്കുന്നുണ്ട്. കാരണം ശരി മുഹമ്മദ് റഹീസ്, എന്തായാലും ആ നിലയിലാണ് അവിടുത്തെ സാഹചര്യം. ജലീൽ കണ്ണമംഗലം കൂടിയുണ്ട് ജിദ്ദയിൽ നിന്നും. ജലീൽ, വീണ്ടും GCC രാഷ്ട്രങ്ങളിലേക്കുള്ള ആക്രമണം തുടരുന്ന വിവരങ്ങൾ വരുന്നു. ഏറ്റവും പ്രധാനം ഈ വിമാനത്താവളങ്ങളൊക്കെ കേന്ദ്രീകരിച്ച് നടക്കുന്ന ആക്രമണ ശ്രമങ്ങളാണ്. എന്താണ് ഏറ്റവും ഒടുവിലായി കൂട്ടിച്ചേർക്കാൻ കഴിയുന്ന വിവരങ്ങൾ? അസിത, സൗദിയെ സംബന്ധിച്ചിടത്തോളം ഈ കഴിഞ്ഞ രാത്രിയിൽ മാത്രം സൗദിക്ക് നേരെ ഉണ്ടായത് 37 ആക്രമണ ശ്രമങ്ങളാണ്. കിഴക്കൻ പ്രവിശ്യക്ക് നേരെ വന്ന 37 ഡ്രോണുകൾ തകർത്തതായി സൗദി പ്രതിരോധ സേന അറിയിച്ചു. ഇന്നലെ പകൽ സൗദിക്ക് നേരെ 23 തവണ ഡ്രോൺ ആക്രമണ ശ്രമങ്ങൾ ഉണ്ടായിരുന്നു. അതായത് ഇന്നലെ പകലും കഴിഞ്ഞ രാത്രിയിലുമായി സൗദിക്ക് നേരെ ഉണ്ടായിരിക്കുന്നത് 60ഓളം ആക്രമണ ശ്രമങ്ങളാണ്. എല്ലാം ലക്ഷ്യസ്ഥാനത്ത് എത്തുന്നതിന് മുമ്പ് തന്നെ പ്രതിരോധ സേന തകർത്തു. ഇന്നലത്തെ രാത്രിക്ക് വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം മറ്റൊരു പ്രത്യേകത കൂടി ഉണ്ടായിരുന്നു. സൗദി ഉൾപ്പെടെയുള്ള ഗൾഫ് രാജ്യങ്ങളിൽ 27ാം രാവായിരുന്നു. അതായത് 1000 മാസങ്ങളെക്കാൾ പുണ്യമുണ്ട് എന്ന് വിശ്വസിക്കപ്പെടുന്ന ലൈലത്തുൽ ഖദർ പ്രതീക്ഷിക്കപ്പെട്ട റമദാൻ 27ാം രാവ് ആയിരുന്നു ഇന്നലെ. വിശ്വാസികൾ ആരാധനാ കർമ്മങ്ങൾ വർദ്ധിപ്പിക്കുന്ന ഒരു ദിവസം. ആ ദിവസം സൗദിക്ക് നേരെ ആക്രമണത്തിന് ഒരു കുറവും ഉണ്ടായില്ല എന്നതാണ് ശ്രദ്ധേയം. സൗദി ഇതുവരെ 56 ബാലിസ്റ്റിക് മിസൈലുകളും 17 ക്രൂയിസ് മിസൈലുകളും 450ഓളം ഡ്രോണുകളും
വിജയകരമായി തടഞ്ഞതായി പ്രതിരോധ മന്ത്രാലയ വക്താവ് തുർക്കി അൽ മാലിക്കി അറിയിച്ചു. സൗദി സായുധ സേനയിൽ പൂർണ്ണ വിശ്വാസം ഉണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. അതേസമയം സൗദി കിരീടാവകാശി മുഹമ്മദ് ബിൻ സൽമാൻ രാജകുമാരനും UAE പ്രസിഡന്റ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായിദും ഇന്നലെ രാത്രി ഫോണിൽ സംസാരിച്ചു. മേഖലയിലെ ഏറ്റവും പുതിയ സാഹചര്യങ്ങൾ ഇരുവരും വിലയിരുത്തി. അതിർത്തികളും ഭൂപ്രദേശങ്ങളും സംരക്ഷിക്കുന്നതിനായി ഒരുമിച്ച് മുന്നോട്ട് പോകുമെന്നും ഗൾഫ് രാജ്യങ്ങളുടെ പ്രതിരോധം ശക്തമായി തുടരുമെന്നും ഇരുവരും ആവർത്തിച്ച് വ്യക്തമാക്കി. സൗദി വിദേശകാര്യമന്ത്രി ഫൈസൽ ബിൻ ഫർഹാൻ രാജകുമാരനും കേന്ദ്ര വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറും തമ്മിൽ ഇന്നലെ ഫോണിൽ സംസാരിച്ചു. മേഖലയിലെ സാഹചര്യങ്ങളെക്കുറിച്ച് ഇരു നേതാക്കളും സംസാരിച്ചു. സംഘർഷം ലഘൂകരിക്കുന്നതിനും അതോടൊപ്പം സമാധാനം പുനഃസ്ഥാപിക്കുന്നതിനും അന്താരാഷ്ട്ര തലത്തിൽ നടക്കുന്ന നയതന്ത്ര നീക്കങ്ങളെക്കുറിച്ച് ഇരു മന്ത്രിമാരും സംസാരിച്ചതായി പ്രസ് ഏജൻസി റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. മേഖലയിലെ നിലവിലെ സാഹചര്യം കണക്കിലെടുത്ത് സൗദിയിലുള്ള എല്ലാ ഇന്ത്യൻ പൗരന്മാരും ജാഗ്രത പാലിക്കണമെന്നും പ്രാദേശിക അധികാരികളും എംബസിയും നൽകുന്ന സുരക്ഷാ നിർദ്ദേശങ്ങൾ കർശനമായി പാലിക്കണമെന്നും സൗദിയിലെ ഇന്ത്യൻ എംബസി ആവർത്തിച്ച് നിർദ്ദേശിച്ചിട്ടുണ്ട്. നടന്നുകൊണ്ടിരിക്കുന്ന സംഭവങ്ങളുമായി ബന്ധപ്പെട്ട വീഡിയോകളോ ഫോട്ടോകളോ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട വ്യാജ വാർത്തകളോ ഒന്നും പ്രചരിപ്പിക്കാനോ അത് റീപോസ്റ്റ് ചെയ്യാനോ പാടില്ല. റിയാദിലെ എംബസിയും ജിദ്ദയിലെ ഇന്ത്യൻ കോൺസുലേറ്റും സാധാരണ നിലയിൽ പ്രവർത്തിക്കുന്നുണ്ട്. വിസ സേവനങ്ങൾ ഒരു തടസ്സവുമില്ലാതെ തുടരുന്നുണ്ട്. ഇന്ത്യയിലേക്കുള്ള വിമാനങ്ങൾ സാധാരണ നിലയിൽ പ്രവർത്തിക്കുന്നുണ്ട്. ജിദ്ദ, മദീന, റിയാദ്, ദമാം എന്നിവിടങ്ങളിൽ നിന്ന് ഇന്ത്യയിലേക്ക് സർവീസുകൾ ലഭ്യമാണ് എന്നും എംബസി അറിയിച്ചിട്ടുണ്ട്. അതേസമയം സംശയകരമായ കാര്യങ്ങൾ റിപ്പോർട്ട് ചെയ്യാൻ സൗദി പ്രതിരോധ മന്ത്രാലയം പുതിയൊരു സംവിധാനം ഒരുക്കിയിട്ടുണ്ട്. തവക്കൽന ആപ്പ് വഴി സാധാരണക്കാർക്ക് ഇതിനുള്ള സൗകര്യമുണ്ട്. ആകാശത്ത് എന്തെങ്കിലും തരത്തിലുള്ള സംശയകരമായ വസ്തുക്കൾ, അതായത് ഡ്രോണുകളോ മിസൈലുകളോ അല്ലെങ്കിൽ അപരിചിതമായ മറ്റെന്തെങ്കിലുമോ ശ്രദ്ധയിൽപ്പെട്ട അത് ഉടനടി അധികൃതരെ അറിയിക്കാനുള്ള സംവിധാനമാണിത്. തവക്കലിന് മൊബൈൽ ആപ്പിൽ ലോഗിൻ ചെയ്ത് സസ്പീഷ്യസ് എയർ സൈറ്റിംഗ് എന്ന ഭാഗം തിരഞ്ഞെടുത്താൽ 35 സെക്കൻഡിനുള്ളിൽ ഇത് അധികൃതരെ അറിയിക്കാനുള്ള സൗകര്യമാണ് ഇപ്പോൾ ഏർപ്പെടുത്തിയിരിക്കുന്നത്. അസിത. ശരി, ജലീൽ കണ്ണമംഗലമാണ് വിവരങ്ങൾ നൽകിയത്. GCC രാഷ്ട്രങ്ങൾക്ക് നേരെ ആക്രമണം തുടരുമ്പോഴും അത് പ്രതിരോധിക്കാനുള്ള എല്ലാ ശ്രമങ്ങളും ഉണ്ടാകുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. മറ്റു വാർത്തകൾ കൂടി നോക്കാം. ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ അറസ്റ്റിലായ CPIM മുതിർന്ന നേതാവ് A. പത്മകുമാറിനെതിരായ സംഘടനാ നടപടി പാർട്ടി ഇന്ന് തീരുമാനിക്കും. പത്തനംതിട്ടയിൽ ഇന്ന് ചേർന്ന നിർണായക ജില്ലാ സെക്രട്ടേറിയറ്റ് യോഗത്തിൽ കേന്ദ്ര കമ്മിറ്റി അംഗങ്ങൾ ഉൾപ്പെടെ പങ്കെടുക്കും. ഷിജോ കുര്യൻ പത്തനംതിട്ടയിൽ നിന്ന് വിവരങ്ങൾ നൽകാൻ ചേരുകയാണ്. ഷിജോ, തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ച സാഹചര്യം കൂടിയുണ്ട്. CPM-നെ സംബന്ധിച്ചിടത്തോളം വലിയ പ്രതിസന്ധി ഉണ്ടാക്കിയ വിഷയമാണ്. നടപടി സ്വീകരിച്ച് തലയൂരാനായിരിക്കുമോ ശ്രമം? അങ്ങനെ തന്നെയാണ്. ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ അറസ്റ്റിലായിട്ടുള്ള A. പത്മകുമാറിനെതിരെ പാർട്ടിയുടെ സംഘടനാപരമായിട്ടുള്ള നടപടി ഇന്നുണ്ടാകും. കഴിഞ്ഞ ദിവസമാണ് സംസ്ഥാന നേതൃത്വത്തിന്റെ അനുമതിയോടുകൂടി ജില്ലാ നേതൃത്വം പത്മകുമാറിൽ നിന്ന് ഒരു വിശദീകരണം ചോദിച്ചത്. ആ വിശദീകരണത്തിന് പത്മകുമാർ മറുപടി നൽകുകയും ചെയ്തിരുന്നു. ശബരിമല സ്വർണ്ണക്കൊള്ള കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് താൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല, താൻ നിരപരാധിയാണ്, തന്നെ കൊടുക്കിയതാണ് എന്നുള്ള ഒരു പ്രതികരണമാണ്, ഒരു വിശദീകരണമായിട്ട് പത്മകുമാർ നൽകിയത്. ആ പത്മകുമാറിന്റെ വിശദീകരണത്തിന്മേലാണ് ഇന്നിപ്പോൾ പത്തനംതിട്ട ജില്ലാ സെക്രട്ടേറിയറ്റ് യോഗം ചേരുന്നത്. പത്മകുമാറിനെതിരെയുള്ള നടപടി ഇന്ന് പാർട്ടി തീരുമാനിക്കും. ആ പാർട്ടി ജില്ലാ നേതൃത്വത്തിന്റെ തീരുമാനം സംസ്ഥാന നേതൃത്വത്തെ അറിയിക്കുകയും ചെയ്യും. ശരി, ഷിജോ കുര്യനാണ് വിവരങ്ങൾ നൽകാനായി ശ്രമിച്ചത്. ശബരിമല സ്വർണ്ണക്കൊള്ള കേസിലെ പ്രതി A. പത്മകുമാറിനെതിരായ നടപടി CPIM ഇന്ന് തീരുമാനിക്കാനാണ് സാധ്യത. ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ ചെന്നൈയിലെ സ്മാർട്ട് ക്രിയേഷൻ CEO പങ്കജ് ഭണ്ഡാരിയുടെ അപ്പീൽ ഇന്ന് സുപ്രീം കോടതി വീണ്ടും പരിഗണിക്കും. കേസിൽ പ്രതിയാക്കിയതിനെതിരെയും ജാമ്യം നൽകണമെന്ന് ആവശ്യപ്പെട്ടുമാണ് അപ്പീൽ. ജസ്റ്റിസ് ദീപാങ്കർ ദത്ത അധ്യക്ഷനായ ബെഞ്ചാണ് ജാമ്യാപേക്ഷ പരിഗണിക്കുന്നത്. കഴിഞ്ഞ തവണ കേസ് പരിഗണിക്കവേ ബാക്കി എന്തെങ്കിലും സ്വർണം ശബരിമലയിൽ അവശേഷിക്കുന്നുണ്ടോ എന്ന് സുപ്രീം കോടതി ചോദിച്ചിരുന്നു. കുറ്റകൃത്യത്തിൽ പങ്കില്ലെന്നും നിയമവിരുദ്ധമായാണ് തന്നെ അറസ്റ്റ് ചെയ്തതെന്നുമാണ് പങ്കജ് ഭണ്ഡാരിയുടെ വാദം. പശ്ചിമേഷ്യൻ സംഘർഷത്തെ തുടർന്ന് രാജ്യത്തുണ്ടായ ഇന്ധന പ്രതിസന്ധി ഇന്നും പാർലമെന്റിന്റെ ഇരുസഭകളെയും പ്രക്ഷുബ്ധമാക്കും. LPG ക്ഷാമം ഉന്നയിച്ചുള്ള പ്രതിഷേധം ശക്തമാക്കാനാണ് പ്രതിപക്ഷത്തിന്റെ തീരുമാനം. ഇരുസഭകളിലും പ്രതിപക്ഷാംഗങ്ങൾ വിഷയം ചർച്ച ചെയ്യണമെന്നാവശ്യപ്പെട്ട് നോട്ടീസ് നൽകും. ഇന്ധന പ്രതിസന്ധിയിൽ സഭ നിർത്തിവെച്ചുള്ള ചർച്ച വേണമെന്നാണ് പ്രതിപക്ഷത്തിന്റെ ആവശ്യം. ഇന്ത്യൻ പ്രതിസന്ധി ഉന്നയിച്ച് സഭാ കവാടത്തിലും പ്രതിപക്ഷാംഗങ്ങൾ പ്രതിഷേധിക്കും. ടൂറിസം മന്ത്രാലയത്തിന്റെ പാർലമെന്ററി സമിതി റിപ്പോർട്ടിന്മേലുള്ള ശുപാർശകൾ സംബന്ധിച്ച് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി ഇന്ന് ഇരുസഭകളിലും പ്രസ്താവന നടത്തും. ഒഡീഷ, ബീഹാർ, ഹരിയാന സംസ്ഥാനങ്ങളിൽ ഇന്ന് രാജ്യസഭയിലേക്കുള്ള തെരഞ്ഞെടുപ്പ് നടക്കും. 3 സംസ്ഥാനങ്ങളുടെ 11 സീറ്റുകളിലേക്ക് വോട്ടെടുപ്പ് നടക്കുമ്പോൾ 3 സീറ്റുകളിലെ പ്രതിപക്ഷ വിജയസാധ്യത അട്ടിമറിക്കാനാണ് NDAയുടെ ശ്രമം. ഇതോടെ ഒഡീഷ, ബീഹാർ, ഹരിയാന സംസ്ഥാനങ്ങളിൽ ക്രോസ് വോട്ടിംഗ് നടക്കുമോ എന്ന ആകാംക്ഷ ഉയരുന്നുണ്ട്. ബീഹാറിൽ BJP ദേശീയ അധ്യക്ഷൻ
നിബിൻ നബീൻ, മുഖ്യമന്ത്രി നിതീഷ് കുമാർ എന്നിവരും മത്സര രംഗത്തുണ്ട്. സംസ്ഥാനത്ത് 5-ലെ 4 സീറ്റിലും വിജയം ഉറപ്പിച്ച എൻഡിഎക്ക് 6ാമത്തെ സീറ്റ് നേടാൻ പ്രതിപക്ഷത്തു നിന്ന് 3 വോട്ടുകൾ കൂടി വേണം. ഹരിയാനയിൽ കോൺഗ്രസിന്റെ 1 സീറ്റും ഒഡീഷയിൽ കോൺഗ്രസ് BJD സഖ്യ സ്ഥാനാർത്ഥിയുടെ വിജയസാധ്യതയും തുലാസിലാണ്. കൂറുമാറ്റം ഭയന്ന് കോൺഗ്രസ് ഒഡീഷയിലെയും ഹരിയാനയിലെയും MLA-മാരെ റിസോർട്ടുകളിലേക്ക് മാറ്റിയിരുന്നു. 7 സംസ്ഥാനങ്ങളിലെ 27 സീറ്റുകളിൽ വിവിധ സ്ഥാനാർത്ഥികൾ നേരത്തെ തന്നെ എതിരില്ലാതെ തെരഞ്ഞെടുക്കപ്പെട്ടിരുന്നു. ഇന്ന് വൈകിട്ടാണ് തെരഞ്ഞെടുപ്പിന്റെ ഫലപ്രഖ്യാപനം. പത്തനംതിട്ടയിലെ കോൺഗ്രസ് മുൻ നേതാവ് ബാബു ദിവാകരനാണ് കുന്നത്തുനാട് മണ്ഡലത്തിലെ 2020 സ്ഥാനാർത്ഥി. കോൺഗ്രസ് വിട്ടെത്തിയ തന്നെ NDA സന്തോഷത്തോടെയാണ് സ്വീകരിച്ചതെന്ന് ബാബു ദിവാകരൻ 24നോട് പറഞ്ഞു. കോൺഗ്രസിൽ നിന്നും പടിയിറങ്ങിയതിനെ കുറിച്ച് ചോദിച്ചപ്പോൾ ബാബു ദിവാകരൻ വിതുമ്പി. വളരെ അപ്രതീക്ഷിതമായി എത്തിയ ഒരു സ്ഥാനാർത്ഥിയാണ് കുന്നത്തുനാടിന് NDAക്കുള്ളത്. അപ്രതീക്ഷിത സ്ഥാനാർത്ഥി നമ്മുടെ മുന്നിൽ പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ട്. പാട്ടും പാടി ജയിക്കുക എന്ന് പറയുന്നൊരു പ്രയോഗമുണ്ട്. കഴിഞ്ഞതിന് മുമ്പിലത്തെ പാർലമെന്റിൽ നമ്മളത് കാണുകയും ചെയ്തു. കുന്നത്തുനാട്ടിൽ അത്തരത്തിലൊരു പാട്ടും പാടി വിജയം കാണാൻ പറ്റും. പാട്ടും പാടി ജയിക്കുക എന്നുള്ള പഴമൊഴിയാണല്ലേ. പക്ഷേ ഞാൻ ചെറുതായിട്ട് പാട്ട് പാടും. പക്ഷേ ജയിക്കണമെങ്കിൽ ഇവിടെ പണിയെടുക്കണം. അപ്പം പണിയെടുക്കുന്ന വെച്ചാൽ ഇവിടുത്തെ ജനങ്ങൾക്ക് 2020 കൊടുത്ത ഒരു വികസനത്തിൻ്റെ ഒരു മോഡലുണ്ട്. അപ്പോൾ ആ മോഡൽ ഇപ്പോൾ ഇവിടെ NDA കൂടെ ചേരുമ്പോൾ അവർക്ക് ദേശീയ തലത്തിലുള്ള വികസനങ്ങൾ എത്തും എന്നുള്ള ഒരു കാഴ്ചപ്പാടിലേക്ക് എത്തും. അപ്പോൾ അങ്ങനെ അവരിലേക്ക് ഇറങ്ങി നമ്മുടെ വിഷനും എന്നിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതുകൂടെ കൂടി പറഞ്ഞ് നന്നായി പണിയെടുത്താൽ പാട്ടും പാടി ജയിക്കും. അത്ഭുതങ്ങളുടെയും വിസ്മയങ്ങളുടെയും ഇടയിൽ നിൽക്കുന്ന ഒരു അവസ്ഥയിലാണ് ഇപ്പോഴെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അപ്പോൾ ഈ ഒരു അവസ്ഥയിൽ എന്താണ് തോന്നുന്നത്? ഇപ്പോഴും ആ സർപ്രൈസിന് താഴെ ഇറങ്ങി ഞാൻ കിളി പോയി നിൽക്കുക. പ്രധാനപ്പെട്ട ഒരു ചോദ്യം, പത്തനംതിട്ടയിൽ ചെറിയൊരു പാർട്ടി പ്രവർത്തനം നിൽക്കുന്ന ഒരാളല്ല. പാർട്ടിയുടെ DCCയുടെ ജനറൽ സെക്രട്ടറി ആയിരുന്ന ആളാണ്. യൂത്ത് കോൺഗ്രസിൻ്റെ ജില്ലാ സെക്രട്ടറി ആയിരുന്ന ജില്ലാ പ്രസിഡന്റ് ആയിരുന്ന ആളാണ്. അത്യാവശ്യം അവിടെ എല്ലാവർക്കും അറിയപ്പെടുന്ന ഒരാളാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും വലിയ സൗഹൃദ വലയങ്ങൾ പത്തനംതിട്ടയിലുള്ള ഒരാളാണ്. അപ്പോൾ അത് പാർട്ടി ബേസിലുണ്ടാവും, പാർട്ടിക്ക് പുറത്തുള്ളവരുണ്ടാവും. അപ്പോൾ അവിടെ നിന്ന് പോരുമ്പോൾ ആ പാർട്ടിയുടെ ഒരു കമ്മിറ്റ്മെൻറ്റ് ഉണ്ടായിരുന്നുകൊണ്ടാണല്ലോ ഇത്രയും കാലം ഇത്രയും പ്രതിസന്ധികൾക്കിടയിൽ തുടങ്ങുന്നത്. അവിടെ നിന്ന് പോരുന്ന സമയത്ത് ഈ സൗഹൃദങ്ങളുള്ളവർ അവരെല്ലാം പറഞ്ഞ വാക്കുകൾ എന്തായിരുന്നു? വളരെ നല്ല ചോദ്യം. യു ആർ ഗ്രേറ്റ് മാൻ. കുറേ സുഹൃത്തുക്കൾ പറഞ്ഞു വിഷമമുണ്ട്, പക്ഷേ ബാബു രക്ഷപ്പെടുമെങ്കിൽ കൊള്ളാൻ പറഞ്ഞു. പക്ഷെ എന്ന് പറഞ്ഞാൽ പാർട്ടി വിട്ടു പോകുന്നതിൽ പിന്നെ എനിക്ക് ഭയങ്കര താങ്കൾ പറഞ്ഞ പോലെ വലിയ സൗഹൃദങ്ങളാണ്. അത് എല്ലാ രാഷ്ട്രീയ പാർട്ടിയിലുള്ളവരുണ്ട്, നാനാജാതി മതസ്ഥരായിട്ടുള്ള ആളുകളുണ്ട്, എല്ലാവരും ഉണ്ട്. പക്ഷെ അതൊന്നും എൻ്റെ പാർട്ടി കണ്ടില്ല എന്നുള്ളതാണ്. പറഞ്ഞ ഹൃദയം നുറങ്ങുന്നൊരു വേദനയോട് കൂടിയാണ് നിങ്ങൾ അവിടെ നിന്ന് ഇറങ്ങിപ്പോകുന്നത്. തീർച്ചയായിട്ടും ഉണ്ടാവുമല്ലോ നമ്മുടെ ഈ ഒരു അന്തരീക്ഷത്തിൽ. അതുകൊണ്ട് എൻ്റെ പാർട്ടിയുടെ ആ പോക്കിലും എനിക്ക് പെയിനാണ്. അത്രയ്ക്കും വേദന. നമ്മളിവിടെ കഷ്ടപ്പെട്ടല്ലേ. ഓൾ ദ ബെസ്റ്റ്. തിരഞ്ഞെടുപ്പിൽ നന്ദി പറയട്ടെ. ആരും പ്രതീക്ഷിക്കാത്ത ഒരു സ്ഥാനാർത്ഥിയാണ്, അപ്രതീക്ഷിതമായി വന്നതാണ്. ഇനി ഒരുപാട് പ്രതീക്ഷകൾ കാക്കേണ്ട ഒരു ഉത്തരവാദിത്വം കൂടി ബാബു ദിവാകരൻ്റെ ചുവരിലേക്ക് NDAയും 2020യും ഈ നാട്ടിലെ ജനങ്ങളും എല്ലാം വയ്ക്കുന്നുണ്ട്. കാത്തിരുന്ന് കാണാം എന്തെല്ലാം സർപ്രൈസുകളാണ് അദ്ദേഹത്തിനും ഇനി നമുക്ക് വേണ്ടി തരാൻ കഴിയുക എന്നുള്ളത്. ക്യാമറമാൻ സച്ചിനൊപ്പം ലാൽകൃഷ്ണ, 24 കൊച്ചി. കൊച്ചി കളമശ്ശേരിയിൽ പെൺകുട്ടിയെ ആക്രമിച്ച സ്വർണവും മൊബൈൽ ഫോണും കവർന്നു. ജോലി കഴിഞ്ഞു മടങ്ങവേ തലയിൽ മുണ്ടിട്ട് ഒരാൾ ആക്രമിക്കുകയായിരുന്നു. പരിക്കേറ്റ കണ്ണൂർ സ്വദേശിയായ പെൺകുട്ടി ആശുപത്രിയിൽ ചികിത്സയിലാണ്. വിപിൻ സി വിജയൻ ചേരുകയാണ്. വിപിൻ, വിവരങ്ങൾ എന്തൊക്കെയാണ്? അഷിത, പ്രതിക്കായുള്ള അന്വേഷണം ഊർജിതമായി തന്നെ ഇപ്പോൾ പോലീസ് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. പ്രദേശത്തുള്ളവരെയൊക്കെ തന്നെ വിളിക്കുകയും അവരുടെ മൊഴി രേഖപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. ഇന്നലെ 8:15 കൂടിയാണ് കൊച്ചിയെ തന്നെ നടക്കുന്ന ഈ ഒരു സംഭവം ഉണ്ടായത്. ജോലി കഴിഞ്ഞ് വീട്ടിലേക്ക് മടങ്ങുകയായിരുന്നു. റെയിൽവേ അണ്ടർപാസേജ് വഴിയായിരുന്നു യാത്ര ചെയ്തിരുന്നത്. അപ്പോൾ ഒരാൾ ഫോളോ ചെയ്യുന്നതായിട്ട് ഈ കുട്ടിക്ക് സംശയം ഉണ്ടായിരുന്നു. പെട്ടെന്ന് തന്നെ ആളൊഴിഞ്ഞ ഒരു സ്ഥലത്ത് വെച്ച് ഈ പെൺകുട്ടിയുടെ തലയിലൂടെ ഈ കുറ്റവാളി മുണ്ടിടുകയായിരുന്നു. അതിനുശേഷം തല ഒരു പില്ലറിലേക്ക് ഇടിപ്പിക്കുകയും അതിൽ മാലയും കമ്മലും ഒപ്പം ഒരു ഐഫോണും ഈ കുട്ടിയുടേത് കവർന്ന് രക്ഷപ്പെടുകയുമായിരുന്നു. പരിക്കേറ്റ ഈ കുട്ടിയെ പിന്നീട് അതുവഴി വന്നിട്ടുള്ള ആളുകളാണ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുന്നത്. 3 സ്റ്റിച്ച് തലയ്ക്കുണ്ട് എന്നുള്ളതാണ് ഈ ഘട്ടത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇയാൾ എവിടെയുള്ള ആളാണ് എന്നതിനെ സംബന്ധിച്ച് പോലീസിനെ ഒരു സൂചന ലഭിച്ചിട്ടുണ്ട് എന്നുള്ളതും ഈ ഘട്ടത്തിൽ മനസ്സിലാവുന്നു. അന്വേഷണം ഊർജിതമായി തന്നെ നടന്നു വരികയാണ്. ആളൊഴിഞ്ഞൊരു പ്രദേശത്ത് വെച്ചായിരുന്നു ഈ ഇന്നലെ രാത്രി ഇങ്ങനെ ഒരു അക്രമം ഉണ്ടായത്. പാർട്ട് ടൈമായിട്ട് ജോലി ചെയ്യുകയായിരുന്നു ഈ കണ്ണൂർ സ്വദേശിനി. അതിനിടയിലാണ് ഈ സംഭവം. അഷിത, ശരി. വിപിൻ സി വിജയനാണ് വിവരങ്ങൾ നൽകിയത്.
തിരുവനന്തപുരം വിസ്മയ മാക്സ് അനിമേഷൻസിലെ സെന്റർ ഫോർ ആർട്ട് ആൻഡ് കൾച്ചറൽ സ്റ്റഡീസിന്റെ ആഭിമുഖ്യത്തിൽ ഡോക്ടർ പുതുശ്ശേരി രാമചന്ദ്രൻ അനുസ്മരണം നടത്തി. കാവ്യാർപ്പണം എന്ന പേരിൽ നടന്ന പരിപാടിക്കൊപ്പം സിവിൽ സർവീസ് പരീക്ഷയിൽ ഉന്നത വിജയം നേടിയ JS ശ്രീജയ്ക്ക് ആദരവും നൽകി. പ്രദീപ് പനങ്ങാട് അനുസ്മരണ പ്രഭാഷണം നടത്തിയ ചടങ്ങിൽ ഡോക്ടർ PS ശ്രീകല JS ശ്രീജയെ ആദരിച്ചു. വിസ്മയ മാക്സിൽ നടന്ന പരിപാടിയിൽ ശിവകുമാർ അമ്പലപ്പുഴ, ഡോക്ടർ ഡൊമിനിക് J കാട്ടൂർ തുടങ്ങിയവർ പുതുശ്ശേരി രാമചന്ദ്രന്റെ കവിതകളും ചൊല്ലി. കൊല്ലം കരുനാഗപ്പള്ളിയിലെ ഗുണ്ട നേതാവ് അലുവ അബ്ദുൽ കൊലക്കേസിലെ മുഴുവൻ പ്രതികളെയും റിമാൻഡ് ചെയ്തു. മുഖ്യപ്രതി ഉൾപ്പെടെ കൃത്യത്തിൽ പങ്കെടുത്തവരും സഹായിച്ചവരുമായി 10 പ്രതികളാണ് അറസ്റ്റിലായത്. കൂടുതൽ ചോദ്യം ചെയ്യലിനും തെളിവെടുപ്പിനുമായി പോലീസ് കസ്റ്റഡി അപേക്ഷ നൽകും. കൃത്യമായ ആസൂത്രണത്തോടെ നടത്തിയ കൊലപാതകമാണ് അലുവ അദിലിന്റേത് എന്ന് പോലീസ് സ്ഥിരീകരിച്ചിരുന്നു. കൂടുതൽ പേർക്ക് സംഭവത്തിൽ പങ്കുണ്ടോ എന്നതിൽ പോലീസ് അന്വേഷണം തുടരുകയാണ്. ഡൽഹി മദ്യനയ കേസിൽ പ്രതികളെ കുറ്റവിമുക്തരാക്കിയ വിചാരണ കോടതി ഉത്തരവിനെതിരായ CBIയുടെ അപ്പീൽ ഇന്ന് ഡൽഹി ഹൈക്കോടതി പരിഗണിക്കും. കഴിഞ്ഞ തവണ അപ്പീൽ പരിഗണിച്ച ഹൈക്കോടതി CBIക്കെതിരായ വിചാരണ കോടതിയുടെ പരാമർശങ്ങൾ സ്റ്റേ ചെയ്തിരുന്നു. ഹർജിയിൽ കക്ഷികൾക്ക് നോട്ടീസ് നൽകി. ഇതിനിടെ CBIയുടെ അപ്പീൽ ജസ്റ്റിസ് സ്വർണകാന്ത ശർമ്മയുടെ ബെഞ്ചിൽ നിന്ന് മാറ്റണമെന്നാവശ്യപ്പെട്ട് കെജ്രിവാൾ ഡൽഹി ഹൈക്കോടതി ചീഫ് ജസ്റ്റിസിന് അപേക്ഷ നൽകിയെങ്കിലും ആവശ്യം അംഗീകരിച്ചില്ല. തുടർന്ന് ഇതേ ആവശ്യം ഉന്നയിച്ച് ആം ആദ്മി പാർട്ടി കൺവീനർ അരവിന്ദ് കെജ്രിവാൾ സുപ്രീം കോടതിയെയും സമീപിച്ചിട്ടുണ്ട്. ഈ സാഹചര്യത്തിൽ കൂടിയാണ് ഇന്ന് CBIയുടെ അപ്പീൽ ഡൽഹി ഹൈക്കോടതിയുടെ പരിഗണനയിൽ വീണ്ടും വരുന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.